അകത്തോട്ട് വരാൻ പറഞ്ഞു. വാ മോളെ, വാ വാ മോളെ, അകത്തേക്ക് വാ. അമ്മേ, മഹായോഗി വിശ്വാമിത്രൻ ആശ്രമത്തിലില്ല, രക്ഷപ്പെട്ടു. എന്തൊരു നോട്ടാ ഇത്? എന്തിനിങ്ങനെ തുറിച്ചു നോക്കുന്നത്? അയ്യ, എനിക്ക് നാണം വരുന്നു. കണ്ണടച്ചോ. അതെ, ഞാൻ നിങ്ങളുടെ സ്വന്തമല്ലേ. മനസ്സും ശരീരവും എല്ലാം നിങ്ങളുടെ അല്ലേ. എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ നാണാ. എടാ ഗോപി, അവളെന്താടാ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അയ്യോ, ഇവനെന്താ ഈ പറ്റിയത്? എന്താ ചെന്തൂറ്റി? ഒന്നുമില്ലടാ, അവൾക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഉടുപ്പ് വാങ്ങണം. പെണ്ണുങ്ങളിടുന്ന കുറച്ച് ഡ്രസ്സുകളൊക്കെ കാണിച്ചേ. ആഹാ, സാരി പിന്നെ പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാണോ കൊടുക്കുന്നേ? നല്ല പാവാടിയും താവണിയും കൂടെ കാണിക്കണേ. അതെന്താ, നിനക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചാ? എന്റെ മരുമോൾക്ക് വേണ്ടി വാങ്ങുക. അപ്പൊ മരുമോൾ എന്താ പെണ്ണല്ലേ? അയ്യോ, സെലക്ഷന് വേണ്ടി കൂട്ടിയിട്ട് വന്ന. നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ബാഗ് സെലക്ട് ചെയ്യും. ഈ ബോയ്ക്ക് ഒരു പാന്റും ഷർട്ടും നോക്കണം. നല്ല ഡ്രസ് കാണിക്കും. അതന്നെ. ഏറ്റവും നല്ലത് നോക്കിയെടുക്ക്. അയ്യോ, എന്റെ പൊന്നലിയ, എന്താ സുബ്ബലക്ഷ്മിയുമായിട്ട് പബ്ലിക്കായിട്ട് സാരി വാങ്ങാൻ വന്നോ? അവൾക്ക് വേണ്ടിട്ടല്ലടാ, വീട്ടിലെ മരുമോള് ഉടുത്ത ഡ്രസ്സോടല്ലേ വന്നത്. അവൾക്ക് വേണ്ടി കുറച്ച് പുതിയ ഡ്രസ്സ് എടുക്കാൻ എഴുതി വന്നതാടാ. ഓ, അങ്ങനെയാണോ കാര്യം? ചേട്ടാ, ഈ ഷർട്ട് ഇങ്ങേർക്ക് ചേരൂ? എന്താ, ഞാൻ നിനക്ക് ചേട്ടൻ, അവൻ അതെ. മാറി നടി. എടാ അപ്പൽ രാജു, ഇത്രയും നാളെ നീ ആവശ്യമില്ലാത്ത പറയുള്ളായിരുന്നു. ഇപ്പൊ തെറ്റായ കാര്യം നീ ചെയ്യുമല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, വെറുതെ പറഞ്ഞല്ലേ. നീ എന്നെ പറ്റി ഗോപിയോട് പറയുന്നല്ലേ, ഇനി നിന്നെ പറ്റി ഞാൻ ഗോപി. അയ്യോ, വേണ്ട വേണ്ട, നിങ്ങളുടെ അടുത്ത് ഞാൻ വാങ്ങിയ കാശൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേക്കാം. ഇല്ല, കുതിര വണ്ടിയിലേ ഉള്ള കാശ്. ശരി, വാ. ഒന്നിങ്ങ് നോക്കെന്റെ പാർട്ട്ണറെ, എന്താ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ കണ്ടതല്ലേ, എന്റെ മോൾ എന്റെ ഹൃദയത്തിൽ കുത്തിയിട്ടാ പോയത്. എന്റെ മാമനെ, ആ ഗോപിയുടെ അച്ഛനെ ഞാൻ ഈ മുതലേക്ക് അന്ന് തീറ്റയായിട്ട് കൊടുത്തത്. അതേപോലെ ആ ഗോപിയെയും ഈ മുതലേക്ക് തീറ്റയായിട്ട് കൊടുത്താൽ എന്നെ പിടിച്ച ശനിദശ അതോടെ തീരും. നിങ്ങളുടെ മാമനെ കൊന്നിട്ടാണോ മുതലേക്കിട്ട് കൊടുത്തത്, അതോ ജീവനോടെയാണോ മുതലേക്കിട്ട് കൊടുത്തത്? കൊന്നതിന് ശേഷമാ. എന്നാ ഇങ്ങോട്ട് നോക്കെന്റെ പാർട്ട്ണറെ, ഇതിന്റെ കിടപ്പോശം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ ഹാർമോണിയം പെട്ടിക്കാരന് ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി.
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വര കഴിഞ്ഞ് വാടാ. വാ. എന്നെ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ വര കിടക്കാൻ നോക്കടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ വരെയൊന്ന് കടന്നു നോക്കി. For more updates, like, comment, subscribe to our channel.